ലോകത്തിൽ ആദ്യമായിട്ട് പാമ്പുകൾ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്ത ആരാണെന്നറിയാം? 2006 ഞാനായിരുന്നു. 2006 ലോകത്ത് ഒരിടത്തുമില്ല. നമ്മുടെ ട്രെയിനിങ് കൊടുത്തു? വനം വകുപ്പിന് 2006 അതിൻ്റെ ഫോട്ടോസ് എല്ലാം എൻ്റെ ഇരിക്കും. ഞാനിപ്പോൾ പല സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. വനം വകുപ്പിന് കൈയുണ്ടെന്ന് ഒരാളിനും കടിയിട്ടിട്ടില്ല. ഇന്നും അവരുണ്ട്. ആർക്കും കടിയിട്ടില്ല. ഇന്ന് വരെ കടിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. അന്ന് എനിക്കൊന്ന് അന്നത്തെ IFS ഓഫീസർ പുകഴേന്തി സാർ എന്ന് പറഞ്ഞത് IFS ഓഫീസ്. ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്. ടോപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ വെച്ചൊരു ആശയമായിരുന്നു. അങ്ങനെ അവർ തന്ന ഒരു തീരുമാനത്തോടെയാണ് അരിപ്പയിൽ ഫോറസ്റ്റിന്, ഫയർഫോഴ്സിന്, പോലീസിന്, പിന്നെ അതുപോലെ ആർമിക്ക്, പിന്നെ തണ്ടർബോൾട്ട് ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. 2006 തുടങ്ങുന്നത്. ആദ്യമായിട്ട് രാജവെമ്പാല ഞാൻ പിടിക്കുന്നത് 2006 238 പിടികൂടി. ആദ്യം പിടിക്കുന്നത് 2000. അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ IFS ഓഫീസറുടെ മുന്നിൽ വെച്ചാണ് രാജവെമ്പ് ഞാൻ തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട്, അതായത് പാമ്പിൻ്റെ വെനം ദേഹത്ത് വീണാൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ വെള്ളത്തിൽ പാമ്പ് വീണാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ, ഇതൊക്കെ മാറ്റേണ്ട അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് എനിക്കൊന്ന് അന്ന് 7ാമത്തെ രാജവെമ്പലാണ്. അത് 2006 2010 മറ്റാണ്. അല്ല 2007 2008 അദ്ദേഹം അവിടെ നിന്ന് 3 വർഷം അദ്ദേഹം പോകുന്നതിനും അദ്ദേഹം ഒരു വലിയ രാജവെമ്പാലെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പേന വാങ്ങി ആ രാജവെമ്പയുടെ പല്ലിൽ നിന്ന് വെനം എടുത്ത് കുടിച്ച്, ഇതാണ് പാമ്പിൻ്റെ വെനം, ഹൈ പ്രോട്ടീനാണ്, ഇത് അപകടമില്ല എന്ന് അദ്ദേഹത്തിന് കാണിച്ചു ആദ്യം. അത് കഴിഞ്ഞ് അവർ തീരുമാനിച്ചു അവയർനെസ് ക്ലാസ്സുകൾ ആവശ്യം. കാസർഗോഡ് മുതൽ പാറശാല വരെ അങ്ങനെ അവയർനെസ് ക്ലാസ്സുകൾ പങ്കെടുത്തു. വിളിക്കുന്നിടത്തൊക്കെ ഞാൻ അവയർനെസ് ക്ലാസ്സുകൾ പങ്കെടുത്തു. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിന് പങ്കെടുക്കുമ്പോൾ വെറുതെ പോയി ക്ലാസ് എടുത്ത് ആരും ശ്രദ്ധിക്കത്തില്ല, ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് 1-2 പാമ്പുകളെ കൂടി കാണിച്ചു ക്ലാസ് എടുക്കാൻ വേണ്ടി. മൂർഖൻ, ആനലി, പെരുമ്പാമ്പ്, പാമ്പുകളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു. അങ്ങനെ ക്ലാസ് എടുത്തു. ഏകദേശം എനിക്ക് 1000കണക്കിന് ക്ലാസ് എടുത്തു. ഇത് അത്രയും ക്ലാസ് എടുത്ത് വേറെ ആരുമില്ല. ആദ്യമായിട്ട് തുടങ്ങി വെച്ച ഞാൻ ക്ലാസ്സുകൾ, ട്രെയിനിങ് പീരീഡ് തുടങ്ങി വെച്ച ഞാൻ. അത് നിങ്ങൾക്കറിയാം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആർമിക്ക് പട്ടാളത്തുകാർക്ക് ആരെങ്കിലും പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? ഞാൻ കൊടുത്തു. 2015 എൻ്റെ ഓർമ്മ. അത് കൊല്ലം ജില്ലയിൽ കുളത്തുപുഴയ്ക്കടുത്ത് ചോഴിയക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നത്തെ എന്താ പറയുക ജവാന്മാർ ജംഗിൾ ട്രെയിനിങ് സമയത്ത് അവർക്ക് ക്ലാസ് കൊടുത്തു. ക്ലാസ്സും ട്രെയിനിങ്. അതിൽ പലരും ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നുള്ള പാമ്പിനെ പിടുത്തക്കാരെ. അതിൽ പലരും വിളിക്കാം. ഞാനിപ്പോൾ മഹാരാഷ്ട്ര യാത്ര ചെയ്തു, കർണാടക യാത്ര ചെയ്തു, ബാംഗ്ലൂർ യാത്ര ചെയ്തു, ഡൽഹി യാത്ര ചെയ്തു, ചെന്നൈ യാത്ര ചെയ്തു. ഇവിടെയൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട് നമ്മളെ ഈ പരിപാടി ഇത് പഠിക്കാൻ വേണ്ടി ഇത് കണ്ട് പഠിച്ച ആൾക്കാർ ഒത്തിരി പേര് പാമ്പിനെ പിടിക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഇതൊക്കെയാണ് പലർക്കും പിടിക്കാത്തത്. അതിനുവേണ്ടിയാണ് കുറേ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംവിധാനങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചൊരു ചോദ്യമുള്ളതെന്ന് പറയാം. ഞാൻ ആ പ്രോഗ്രാമിന് ചോദിച്ചൊരു ചോദ്യം 24 തമിഴ്. അതെ, അതിൽ ചോദിച്ചൊരു ചോദ്യം യഥാർത്ഥത്തിൽ അത് നിങ്ങൾ തിരുത്തേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം നമ്മുടെ നിയമം ഒറ്റ നിയമമാണ്. ഇന്ത്യയിൽ ഒറ്റ നിയമമാണ്. നമ്മൾ സുപ്രീം കോടതി ഇന്ത്യൻ നിയമത്തെ ബഹുമാനിക്കുന്ന ആളും നമ്മളെല്ലാവരും. അതിൽ കേരള സംസ്ഥാനത്ത് മാത്രം സർപ്പ എന്നൊരു ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ആപ്പിനെ കുറിച്ച് ഞാൻ ആ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആപ്പിൻ്റെ യഥാർത്ഥ പേര് IndianSnake.org എന്നാണ് അതിൻ്റെ പേര്. അതൊരു വ്യക്തിയുടെ പേരിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും വനം വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ സാധനമല്ല. അത് ഞാൻ അതിൽ പറഞ്ഞു. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഇത് സത്യമായി ഞാനൊരു വീഡിയോ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടി ജനങ്ങൾ ഇത് അറിയപ്പെടണം. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സർക്കാരിൻ്റെ ആപ്പല്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് മറുപടി പറയേണ്ടത്? സർക്കാരല്ലേ പറയേണ്ടത്. സർക്കാരിൻ്റെ ആപ്പാണെന്ന് അവരല്ലേ പറയേണ്ടത്. ഒരാൾ വനം വകുപ്പ്, സർക്കാരിലുണ്ട്, വനം വകുപ്പാണ്, ഒരാളും വേണ്ടിയിട്ടില്ല. പുള്ളിക്കാരൻ അതിന് മറുപടി ഇട്ടിരിക്കണം. അതിൻ്റെ വേറൊരു രഹസ്യം നിങ്ങൾക്കറിയാം. ഈ ആപ്പ് കേരളത്തിൽ സമ്പൂർണ്ണ വിജയമാണ് എന്ന് പുള്ളി തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിന് ഈ ആപ്പ് വിൽക്കാനായിട്ട് എഗ്രിമെൻ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ പിറകെയൊന്നും ആരും പോകുന്നില്ല. ഈ ആപ്പ് ഇനി വേറൊരു സീക്രട്ട് എൻ്റെ കയ്യിലുണ്ട്. പുള്ളിക്കാരൻ ഈ ആപ്പിന് വേണ്ടി പൈസ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച വോയിസ് റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. വനം വകുപ്പ് സർക്കാരിൻ്റെ ആപ്പിന് എന്തിനാ വെളിയിലൊരു വ്യക്തി പൈസ ഡിപ്പോസിറ്റ് ചോദിക്കുന്നത്? എങ്ങനെ ചോദിക്കാൻ പറ്റും? ഈ വ്യക്തി പ്രബലനാണോ? അറിയപ്പെടുന്നതാണ്. ജോസ് ലൂയിസ് എന്നാണ് അയാളുടെ പേര് പറഞ്ഞിട്ട് എനിക്കെന്തിരിക്കും. ഞാൻ അതിൽ പറയുന്നുണ്ട്, ജോസ് ലൂയിസ് എന്ന് പറഞ്ഞ ആളാണ് ആപ്പ് നിയന്ത്രിക്കുന്നത്. ഒന്ന്. പിന്നെ ഇവർ 2-3 ആൾക്കാർ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടുത്തെ കുറേ ഓഫീസർമാരെ എന്താ പറയുക, അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്, ഇത് ചില റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കേരളത്തിലെ പാമ്പുകളുടെ സ്നേക്സിൻ്റെ ഡാറ്റാസ് വേണം. ഇതിൻ്റെ ഡാറ്റാസ് നമ്മുടെ വനം വകുപ്പിലുണ്ടോ? ഇതെല്ലാം പുറത്തൊരാൾ ഇന്ത്യയിലാണ് പോകുന്നത്. ഈ പിടിക്കുന്ന പാമ്പുകളുടെ ഒരൊറ്റ കാര്യം, ഇന്ത്യയിൽ പിടിക്കുന്ന പാമ്പൊക്കെ ആയിക്കോട്ടെ, റിലീസിങ് പോളിസി എന്നൊരു പോളിസി ഉണ്ട്.
പിടിക്കുന്ന പാമ്പുകൾ വിടാൻ വേണ്ടി വിടുന്ന സമയത്തുള്ള അത് അവർ ജീവിക്കുന്ന സ്ഥലം ഇതെല്ലാം എന്താ പറയുക, ഇവയെല്ലാം ടെറിട്ടറിയലല്ലേ, ടെറിട്ടറിയൽ. അപ്പോൾ ഇതിനെ വിടുന്ന സ്ഥലത്ത് ഇവർക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലത്താണോ വിടുന്നത്, എവിടെയാണ് വിടേണ്ടത്, ഇതിനൊരു റിലീസിങ് പോളിസി ഉണ്ട്. എങ്കിൽ പിന്നെ ഇവിടെ പോളിസി ഉണ്ടോ? ഇന്ത്യയിൽ പോളിസി ഒരിടത്തേ ഉള്ളൂ. റിലീസിങ് പോളിസിയുള്ള ഒറ്റ സ്ഥലമാണ് മഹാരാഷ്ട്ര മാത്രം, വേറെ ഒരിടത്തുമില്ല. ഇനി വരാൻ പോകുന്നത് നിങ്ങളെന്ന് ഇത് വരാൻ പോകുന്ന അപകടങ്ങളെ നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന അധികാരികൾ മനസ്സിലാക്കണം. നമുക്കിവിടെ ഒരു ഉത്തര കേസ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതെ. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഇനി കൂടുതൽ ഉത്തര കേസുകൾ നമ്മുടെ നാടുകളിൽ നടക്കും. കാരണം ഇതിപ്പോൾ ഒരു ട്രെയിനിങ് പീരീഡിൽ ഒരു 200, 300, 150 പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ തൊട്ട് തലോടി പേടി മാറ്റി പോവുകയാണ്. അവർക്ക് പേടി മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പഠിക്കണമെന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിൽ പിന്നെ എങ്ങനെ എത്ര കേരളത്തിലെങ്കിൽ പോയി ഒരു 10-15,000 പേര് വരണ്ട ഇപ്പോൾ പാമ്പ് കൊടുത്ത കാലത്ത് ഇവരങ്ങ് പോവുകയാണ്. പിന്നെ അവരെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇല്ല. ഇവർക്ക് വേറൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഇടയ്ക്ക് ഇത് തുടങ്ങിയ സമയത്ത് ഈ ആൾക്കാർക്ക് പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർക്കൊക്കെ ഒരു കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3000 രൂപ എന്നുള്ള കിറ്റിൻ്റെ കിറ്റും വെളിയിലത്തെ കിറ്റ് വാങ്ങി 3000 രൂപയ്ക്ക് വാങ്ങി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇത് ഈ വനം വകുപ്പിൻ്റെ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ഇതിന് ഫണ്ടുണ്ടോ? ഈ ഫണ്ട് എവരുടെ ഫണ്ട് ഉപയോഗിച്ച് മറ്റ് പാമ്പിനെ പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് കിറ്റും ടൂളും വാങ്ങി 3000 രൂപയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 1000 പേരായപ്പോൾ എത്ര പേരായി? 10,000 പേരായപ്പോൾ എത്രയായി? അപ്പോൾ ഇത് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കിറ്റ് 150 രൂപ നമുക്ക് വെളിയിൽ ചെയ്യാവുന്നുള്ള സാധനമാണ്. ഇതിങ്ങനെ വാങ്ങിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാർക്കും കൊടുക്കുന്നില്ല. ഇപ്പോൾ ആൾ കിട്ടിയിട്ട് വർഷങ്ങളായി. ഇന്നും കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പിലെ ഓഫീസർമാർക്കൊന്നും തരണ്ട. എന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ 24 വീഡിയോ കണ്ടോണ്ട് എന്നെ പറയുന്നത് എൻ്റെ വനം വകുപ്പിൽ എൻ്റെ ഒത്തിരി പേര് വിളിച്ചു, യൂണിയനിലൊക്കെ ഉള്ളവർ വിളിച്ചിട്ട്, സുരേഷ് ജി അതിൽ ആരാണ് വനം വകുപ്പിൻ്റെ ആൾക്കാർ, അവർക്ക് എന്താ അധികാരമുണ്ട് അവിടെ വന്നത് പറയാനെന്നാണ് അവരെന്നോട് ചോദിച്ചത്. അവർക്ക് പറയാൻ എന്താ അധികാരമായിരിക്കുന്നു? അതിൽ ആരെങ്കിലും ഈ പരിപാടിയിൽ വനം വകുപ്പിൻ്റെ അധികാരികളല്ല പങ്കെടുക്കേണ്ടത്. ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവരല്ലേ. അവരുടെ ആരും വന്നിട്ടില്ലല്ലോ, ഒരാളും വന്നിട്ടില്ലല്ലോ. ഈ 24-ൽ നടന്ന തമ്മിൽ പരിപാടി മൊത്തത്തിൽ സുരേഷ് ജിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകിയത്, അങ്ങനെ ഒരു ചിന്ത വന്നു? ഒരിക്കലും ഇല്ല. അവർ പറഞ്ഞതിനെല്ല ഞാൻ നല്ല മറുപടി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താ പറയുക, എനിക്ക് നല്ല അതുകൊണ്ട് എനിക്കൊരു കുറച്ചുകൂടി ആൾക്കാരെ വിളിച്ചു തുടങ്ങി. ആ പ്രോഗ്രാമിൻ്റെ അടിയിലത്തെ കമൻസുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1500 കമൻസ് ഉണ്ടെങ്കിൽ 1400 കമൻസ് നമുക്ക് സപ്പോർട്ടുള്ള കമൻസ്. അത് മോശമല്ല. ഇതിനെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാണ്. അപ്പോൾ എന്നെ മോശം വരുമ്പോൾ എൻ്റെ സേവനം കിട്ടിയ ആൾക്കാർ മിണ്ടാതിരിക്കത്തില്ല. ഒരാളിനോട് പോലും ഞാൻ ഒരു മോശം കമൻസ് ഇടാനോ ഇന്ന് വരെ എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ അടിയിൽ കയറി ഒരു കമൻസ്, അങ്ങനെ കമൻസ് ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കമൻസ് വരും, ഇടാനോ ഞാൻ പറഞ്ഞിട്ട് നോക്കി എന്തെങ്കിലും അതൊക്കെ എൻ്റെ പറയുക അതൊക്കെ വിടുന്നു. പലരും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇന്നും എന്താ പറയുക, പാമ്പിനെ പിടികൂടുന്ന ആൾക്കാർ 5 കേസിൽ പ്രതിയായിരിക്കുന്നവരൊന്നും പാമ്പിനെ പിടികൂടുന്നുണ്ടല്ലോ. ഏത് കേസിൽ? വൈൽഡ് ലൈഫിൻ്റെ കേസ്. മറ്റ് പോലീസ് കേസുമായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് ചിലപ്പോൾ ഒരു അടിപിടി കേസുണ്ട്, ഈ ഫീൽഡിൽ നിൽക്കുന്ന ചിലപ്പോൾ അടിപിടി കേസുണ്ട്, അതുമായിട്ടൊന്നും ഇതിൽ യാതൊരു കണക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അവർ പാമ്പിനെ പിടിച്ചുകൊണ്ടുവന്നാൽ പാമ്പിനെ കൊണ്ട് കാട്ടിവിടും. ഇത് ചെയ്യേണ്ടത് പാമ്പിനെ ആര് പിടിച്ചുകൊണ്ടുവന്നാലും അതിനെ കൊണ്ട് കാട്ടിവിടേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കണം. ആരെയും ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വന്നു, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റണം. നിങ്ങൾ ഒരു പൈപ്പിൽ കയറ്റിയതിനെ കൊണ്ടുവിടണം. പിന്നെ നിങ്ങൾ എന്തിനു പിടിച്ച് അങ്ങനെ പിടിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ പെട്ടെന്ന് പ്രളയം വരുന്നു, നിങ്ങൾ ഒരു സ്ഥലത്ത് മഴ നനയാൻ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഒരു തോട്ടിൽ കൂടി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഒഴുക്കിൽ കൂടി 5 വെള്ളം ഒലിച്ച് നീന്തറിഞ്ഞൊരു വെള്ളം ഒലിച്ച് പോകുന്നു. അവർ പറഞ്ഞപ്പെട്ട് ഇങ്ങനെ നിങ്ങളെ വിളിക്കും, നിങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത സന്നദ്ധ സംഘടനകൾ വരുന്നവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയർഫോഴ്സ് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമോ? ഒരിക്കലും നിങ്ങളിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന തുണ്ടും കൊണ്ട് നിങ്ങൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. മനസ്സിലായി? അത് തന്നെയാണ് എമർജൻസി ആയിട്ട് എല്ലാവരും ചെയ്യേണ്ടത്.